എല്ലാവർക്കും നമസ്കാരം. പയസ്റ്റൻ ഐറ്റിസിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെൽസ് ആൻഡ് ബാറ്ററീസ് കുറിച്ചാണ്. അതിലെ ലാസ്റ്റ് ഭാഗത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ ഇനി നമുക്ക് പഠിക്കാനുള്ള ആനോഡൈസിങ് പ്രോസസ്സാണ്. എന്താണ് ആനോഡൈസിങ് പ്രോസസ്സ്? ആനോഡൈസിങ് പ്രോസസ് ഈസ് accomplished by immersing the aluminum into an acid electrolyte bath and passing an electric current through the medium എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ആനോഡൈസിങ് പ്രോസസ്സിങ് നടക്കുന്നത് അലൂമിനിയം ഒരു ആസിഡ് ഇലക്ട്രോലൈറ്റ് മീഡിയത്തിൽ മുക്കിയിട്ട് ആ മീഡിയത്തിൽ കൂടി ഇലക്ട്രിക് കറൻറ്റ് പാസ് ചെയ്യുമ്പോഴാണ് ഈ ആനോഡൈസിങ് ടാങ്കിൽ അലൂമിനിയം ആനോഡായി പ്രവർത്തിക്കുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ കാഥോഡ് ആനോഡൈസിങ് ടാങ്കിൻ്റെ ഇൻസൈഡിൽ മൗണ്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഓക്സിജൻ അയോൺസ് ഇലക്ട്രോലൈറ്റിൽ നിന്ന് റിലീസാകുകയും അത് ആനോഡൈസ്ഡ് സർഫസിലെ അലൂമിനിയം ആറ്റമായി കമ്പൈൻ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഒരു പോയിന്റ്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ആനോഡൈസിങ് ഒരു ഓക്സിഡേഷൻ പ്രോസസ്സാണ്. ആനോഡൈസ് എന്ന് പറയുന്നത് ഒരു ഓക്സിഡൈസേഷൻ പ്രോസസ്സാണ്. പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്? അത് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് പ്രൊട്ടക്ട്സ് statilities from the harsh environment of the space. It provides attractive minimum maintenance, highly durable exteriors, roofs, curtain walls, ceilings, floors, escalators, lobbies and staircase in skyscrapers and commercial buildings ത്രൂ ഔട്ട് ദ വേൾഡ് എന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശൂന്യാകാശത്തിലെ സ്ഥിരതയില്ലാത്ത പരിസ്ഥിതിയിൽ നിന്ന് സാറ്റലൈറ്റിനെ സംരക്ഷിക്കുന്നു. ഈ ആനോഡൈസ് പ്രോസസ്സ് മൂലം മിനിമം മെയിൻ്റെനൻസ് ആയുള്ള റൂഫ്സ്, കർട്ടൻ വാൾസ് ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഇത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെ കൺസ്ട്രക്ഷനും സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻസിൻ്റെ നിർമ്മാണത്തിലും പങ്കുവഹിക്കുന്നു. ഇത് പരിസ്ഥിതിയുടെ സേഫായിട്ടുള്ള പ്രോസസ്സാണ്. ഇതുമൂലം ലാൻഡിനോ, അതായത് മണ്ണിനോ എയറിനോ വാട്ടറിനോ ഹാർംഫുൾ എഫക്ട്സ് ഉണ്ടാകുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയും. പിന്നെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കാഥോഡിക് പ്രൊട്ടക്ഷൻ. എന്താണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് നമുക്ക് നോക്കാം. കാഥോഡിക് പ്രൊട്ടക്ഷൻ ഈസ് എ ടെക്നിക് ടു കൺട്രോൾ ദ കൊറോഷൻ ഓഫ് എ മെറ്റൽ സർഫസ് ബൈ മേക്കിംഗ് ഇറ്റ് വർക്ക് ആസ് ദ കാഥോഡ് ഓഫ് ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഥോഡിക് പ്രൊട്ടക്ഷൻ ടെക്നിക്കിൽ മെറ്റീരിയൽ സർഫസിൻ്റെ കൊറോഷൻ കൺട്രോൾ ചെയ്യുന്നു, അതായത് തുരുമ്പ് നിൽക്കുന്നത് കൺട്രോൾ ചെയ്യുന്നു. ഇതിലെ കാഥോഡ് ഒരു ഇലക്ട്രോകെമിക്കൽ സെൽസായിട്ട് ഇത് വർക്ക് ചെയ്യുന്നു. കാഥോഡിക് പ്രൊട്ടക്ഷൻ സിസ്റ്റം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റീലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാഥോഡിക് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വാട്ടർ ഓർ ഫ്യൂവൽ പൈപ്പ് ലൈൻസ് ആൻഡ് സ്റ്റോറേജ് ടാങ്ക്. അങ്ങനെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. പിന്നെ ഈ കാഥോഡിക് പ്രൊട്ടക്ഷനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 types ഓഫ് കാഥോഡിക് പ്രൊട്ടക്ഷൻ. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽവനിക് ആനോഡ്, രണ്ടാമത്തെ ഇംപ്രസ്ഡ് കറണ്ട്. അങ്ങനെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിലെ ആദ്യത്തേത് ഗാൽവനൈൻ ആനോഡ് എന്നാണ് നമുക്ക് നോക്കാം. ഗാൽവനൈൻ ആനോഡ് സിസ്റ്റം
employ reactive metals as auxiliary anodes that are directly connected to the steel to be protected. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാൽവനിക് ആനോഡ് സിസ്റ്റത്തിൽ റിയാക്റ്റീവ് മെറ്റൽ ഓക്സിലറി ആനോഡായി പ്രവർത്തിക്കുന്നു. ഇത് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ദ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സ്റ്റീലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് സാക്രിഫിഷ്യൽ ആനോഡായിട്ട് പ്രവർത്തിക്കുന്ന ആനോഡ്സ് പ്രധാനമായും അലൂമിനിയം, സിങ്ക് ആൻഡ് മാംഗനീസ് ആണിത്. ഈ മെറ്റൽസ് വളരെ കാലത്തേക്ക് ആനോഡായിട്ട് പ്രവർത്തിക്കും. അതാണ് ഗാൽവനൈൻ ആനോഡെന്ന് പറയുന്നത്. അടുത്തത് ഇംപ്രസ്ഡ് കറണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇംപ്രസ്ഡ് കറണ്ട് സിസ്റ്റംസ് എംപ്ലോയി inert anodes and use an external source of DC power to impress a current from an external anode onto the cathode surface. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രസ്ഡ് കറണ്ട് സിസ്റ്റത്തിൽ സീറോ ഓർ ലോ ഡിസൊല്യൂഷൻ ആനോഡ്സ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് DC പവറിനെ എക്സ്റ്റേണൽ ആനോഡിൽ നിന്ന് കാഥോഡ് സർഫസിലേക്ക് കറണ്ട് ഉണ്ടാക്കുന്നു. ഇതിനെയാണ് ഇംപ്രസ്ഡ് കറണ്ട് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഗ്രൂപ്പിംഗ് സെൽ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രൂപ്പിംഗ് സെൽസ് ആണ്. എന്താണ് ഗ്രൂപ്പിംഗ് സെൽസ്? എ ബാറ്ററി ഈസ് എ കളക്ഷൻ ഓഫ് സിമിലർ ഇലക്ട്രോണിക് സെൽസ് ഗ്രൂപ്പ്ഡ് ടുഗദർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി എന്ന് പറഞ്ഞാൽ സിമിലർ ഇലക്ട്രോണിക് സെല്ലിൻ്റെ ഒരു കളക്ഷനാണ്. ഈ സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് 3 രീതിയിലാണ്. ഇൻ സീരീസ്, ഇൻ പാരലൽ, ഇൻ സീരീസ് പാരലൽ. അങ്ങനെ 3 രീതിയിലാണ് ഈ ബാറ്ററി ഇത് ചെയ്തിരിക്കുന്നത്. അതിലെ ആദ്യത്തേത് ഇൻ സീരീസ് എന്തുവെന്ന് നോക്കാം. ഈ രീതിയിൽ സെൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടു ഫോം എ ബാറ്ററി. ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ഈച്ച് സെൽ ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് അനദർ സെൽ എന്നാണ് സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇൻ പാരലലിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലലിൽ ഇതിൽ ബാറ്ററി കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് ഓൾ പോസിറ്റീവ് ടെർമിനൽ ഓഫ് സെൽസ് കണക്റ്റഡ് ടു ദ സെയിം പോയിന്റ്. അതുകൊണ്ട് തന്നെ ആൻഡ് ഓൾ നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് സെൽസ് ആർ കണക്റ്റഡ് ടു ദി അനദർ പോയിന്റ് സെൽസിനെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് പാരലൽ ഗ്രൂപ്പിംഗ് ഓഫ് സെൽ എന്ന് പറയുന്നത്. അടുത്തത് പാരലൽ ഗ്രൂപ്പിംഗ് സെൽ എന്ന് പറയുന്നത്. അടുത്തത് വന്നിട്ട് മൂന്നാമത്തേത് ഇൻ സീരീസ് പാരലൽ മിക്സഡ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെത്തേഡിൽ സെൽ സീരീസ് ആയും പാരലലായും ഗ്രൂപ്പായും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് ഇൻ സീരീസ് പാരലൽ മിക്സഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പവർ ആൻഡ് കപ്പാസിറ്റി ഓഫ് സെൽ. അതെന്താണെന്ന് നോക്കാം. ദ ലാസ്റ്റിംഗ് കപ്പാസിറ്റി ഓഫ് എനി സെൽ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി എമൗണ്ട് ഓഫ് ആക്റ്റീവ് മെറ്റീരിയൽസ്, their specific capacity and voltage characteristics. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയുടെ ലാസ്റ്റിംഗ് കപ്പാസിറ്റി മനസ്സിലാക്കുന്നത് ആക്റ്റീവ് മെറ്റീരിയൽസിൻ്റെ അളവിലും അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയിലും വോൾട്ടേജ് വ്യതിയാനത്തിലുമാണ്. ഒരു സെല്ലോ ബാറ്ററിയോ ഡിസ്ചാർജ് ചെയ്യുന്ന, അതായത് ഒരു സെല്ലോ ഒരു ബാറ്ററിയോ ഡിസ്ചാർജ് ചെയ്യുന്ന അതിൻ്റെ
വോൾട്ടേജ് എന്ന് പറയുന്നത് ഗ്രാജുവല് കുറഞ്ഞ ആ ഡിവൈസിനെ സ്വീകാര്യമായി മിനിമം വോൾട്ടേജിൽ എത്തുന്നു. ഇതിൻ്റെ എൻഡ് ഓഫ് ഡിസ്ചാർജ് വോൾട്ടേജ് എന്ന് പറയുന്നത്. എന്നാൽ വോൾട്ടേജ് കണ്ടീഷനായി ഡിസ്ചാർജ് ആയാൽ ബാറ്ററി ഡാമേജ് ആകുകയും ഓരോ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ അനുസരിച്ച് ബാറ്ററിയുടെ ഷേപ്പും സൈസും വ്യത്യസ്തമായിരിക്കുകയും ചെയ്യുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ കെമിക്കൽ കപ്പാസിറ്റി ബാറ്ററിയുടെ വെയ്റ്റിനെയും വോളിയത്തിനെയും അനുസരിച്ച് ഇരിക്കുന്നു. ഇതിൻ്റെ ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് സെൽ ഫോൺസ്, പിന്നെ ടാബ്, അതാണ് ഇതിൻ്റെ എക്സാമ്പിൾ. പിന്നെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എഫിഷ്യൻസി ഓഫ് സെൽ ഓർ ബാറ്ററീസ് ആണ്. അതായത് അതെന്തുവാന്ന് നോക്കുക. എഫിഷ്യൻസി ഓഫ് ബാറ്ററി ഉപയോഗിക്കുന്ന സാഹചര്യം അനുസരിച്ച് സ്ഥിതി ചെയ്യുന്നു. ഉപയോഗിക്കുന്ന സാഹചര്യം അനുസരിച്ചാണ് ഈ ബാറ്ററി സ്ഥിതി ചെയ്യുന്നത്. പിന്നെ സ്മോൾ എമൗണ്ട് ഓഫ് എനർജി മാത്രമേ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ബാറ്ററിയിലേക്ക് ആവശ്യമുള്ള എഫിഷ്യൻസിയെ ആശ്രയിച്ചാണ് നോർമൽ ഡിസ്ചാർജിൻ്റെയും നെസസറി ഡിസ്ചാർജിൻ്റെയും ആവശ്യകത. ഇത് രണ്ട് രീതിയിലാണ്. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപിയർ ഹോർ എഫിഷ്യൻസി, രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ വാട്ടർ ഹവർ എഫിഷ്യൻസി. അങ്ങനെ രണ്ടായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. അതിൽ ഇതിൻ്റെ കെയർ ആൻഡ് മെയിൻ്റെനൻസ്, ഇതിനെ കെയർ ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അടുത്തത് നമുക്ക് നോക്കാം. മെയിൻ്റെനൻസ് ഓഫ് ഓൾസ്, അതായത് നന്നായി കെയറും സർവീസും ചെയ്താൽ ബാറ്ററിയുടെ ലൈഫ് ഒരു പരിധി വരെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ റെഗുലർ ഇൻസ്പെക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് എന്തുവാന്ന് നോക്കാം. അതായത് റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റിങ്ങും ഇൻസ്പെക്ഷനും ബാറ്ററി ലൈഫിനെ മാക്സിമൈസ് ചെയ്യുന്നു. പിന്നെ ബാറ്ററിയെ എക്സാമിൻ ചെയ്യുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയുടെ ടോപ്പ് ക്ലീനും ഡ്രൈയും ആയി സൂക്ഷിക്കുക. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെർമിനൽ സ്ക്രൂസ്, ക്ലാംസ് ആൻഡ് കേബിൾസ് ബ്രേക്കേജോ ഡാമേജോ ലൂസ് കണക്ഷനോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. പിന്നെ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവ ക്ലീനും ടൈറ്റും തുരുമ്പ് പിടിക്കാതെ സംരക്ഷിക്കുകയും ചെയ്യുക. പിന്നെ അതുകൊണ്ട് തന്നെ തിൻ കോട്ടിംഗ് ഓഫ് ഹൈ ടെമ്പറേച്ചർ ഗ്രീസ്, പിന്നെ അതുകൊണ്ട് തന്നെ കേബിൾസ് കണക്ഷൻസിലും ബാറ്ററിയുടെ പാർട്സിലും അപ്ലൈ ചെയ്യണം. ഫിസിക്കൽ ഡാമേജ് ഉണ്ടോ എന്ന് പരിശോധിക്കണം. പിന്നെ ചെക്ക് ദ ഇലക്ട്രോലൈറ്റ് ലെവൽ, വോൾട്ടിമീറ്ററോ ഹൈഡ്രോമീറ്ററോ ഉപയോഗിച്ച് ബാറ്ററി ടെസ്റ്റ് ചെയ്യുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ റെഗുലർ ഇൻസ്പെക്ഷൻ ആൻഡ് മെയിൻ്റെനൻസിൽ ഉള്ളത്. പിന്നെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ബാറ്ററി ടെസ്റ്റിംഗ്. എങ്ങനെയാണ് ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്നത്? റെഗുലർ മെയിൻ്റെനൻസ് പോലെ ബാറ്ററി ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ബാറ്ററിയുടെയോ സെല്ലിൻ്റെയോ അവസ്ഥ അറിയാനാണ് വോൾട്ടേജ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്നത്. വോൾട്ടേജ് എന്നത് ക്വിക്ക് ആൻഡ് ഈസി വേ ഓഫ് ഇമേഴ്സിങ് ചാർജ് ലെവൽസ് ആണ്. ഇത് മെഷർ ചെയ്യാൻ ബാറ്ററി ഒരു മൾട്ടിമീറ്ററും ആയോ വോൾട്ടിമീറ്ററുമായോ കണക്ട് ചെയ്ത് DC റീഡിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇത് കണക്ട് ചെയ്ത് ഇതിൻ്റെ റീഡിങ് എടുക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഹൈഡ്രോമീറ്റർ ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നു. വാട്ടറും ആയി കമ്പയർ ചെയ്ത് ഇലക്ട്രോലൈറ്റിൻ്റെ ഡെൻസിറ്റി അറിയാനായിട്ട് സാധിക്കും. ഇത് ആസിഡ് റിസർവേഴ്സ് പ്രധാനമായും യൂസ് ചെയ്യുന്നു.
ഇത്രയും കാര്യങ്ങളാണ്. അടുത്തത് മൂന്നാമത്തേന്ന് പറയുന്നത് ബാറ്ററി ചാർജിങ്. എങ്ങനെയാണ് ബാറ്ററി ചാർജ് ചെയ്യുന്നത്? എപ്പോഴും ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് മുമ്പേ മാനുഫാക്ചർ ഇൻസ്ട്രക്ഷൻ വായിച്ച് അതനുസരിച്ച് ഫോളോ ചെയ്യണം. ബാറ്ററിയുടെ ടൈപ്സും ടെർമിനലും കോമ്പണൻസും ആണ് ഏത് ടൈപ്പ് ചാർജ് ആവശ്യമായെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ താഴെ പറയുന്ന സേഫ്റ്റി പ്രിക്കോഷൻസ് പ്രധാനമായും ബാറ്ററി ചാർജിങ് ഓപ്പറേഷനിൽ പാലിച്ചിരിക്കണം. അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ അറ്റാച്ചിങ് ദ ബാറ്ററി ചാർജർ ഓഫ് ചെയ്യുക. പിന്നെ അതുകൊണ്ട് തന്നെ ഫ്ലെയിമനും സ്പാർക്കും പിന്നെ ബാറ്ററിയിൽ നിന്ന് അകലെയായി വെക്കണം. പിന്നെ വെൻ്റ് ക്യാപ്സ് വെക്കുക. പിന്നെ നന്നായി വെന്റിലേറ്റഡ് ആയിട്ടുള്ള റൂമിൽ ചാർജ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത്. അടുത്തത് ഫാക്ടേഴ്സ് എഫിഷ്യൻസി ബാറ്ററി ലൈഫ്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ബാറ്ററി പഴയതാവുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റി കുറയുകയും കോൺസ്റ്റന്റ് ചാർജ് ആൻഡ് ഡിസ്ചാർജ് കൊറോഷൻ ഉണ്ടാവുകയും ഇലക്ട്രിക്കൽ ഷോർട്ട്സ് ആൻഡ് വൈബ്രേഷൻ ഉണ്ടാവുകയും ഇത് ബാറ്ററി ഫെയിൽ ആക്കുകയും ചെയ്യുന്നു. ഓവർ ചാർജിങ്ങും അണ്ടർ ചാർജിങ്ങും ബാറ്ററി ലൈഫ് കുറയ്ക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബാറ്ററി ലൈഫിൽ ഉള്ളത്. പിന്നെ അതുകൂട്ട് ബാറ്ററി എന്താണ് ബാറ്ററി എന്ന് നമുക്ക് നോക്കാം. സെക്കൻഡറി സെൽസ് വളരെ റെയറായിട്ട് റെയറായേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതേ ബാറ്ററിയുടെ ഫോമിലാണ്. ഇതിൽ നമ്പർ ഓഫ് സെൽസ് ടോർച്ചിലെ പ്രൈമറി സെൽസ് പോലെ കണക്ട് ചെയ്തിരിക്കും. സെക്കൻഡറി ബാറ്ററീസിലെ ഇലക്ട്രോലൈറ്റ്സ് ഡൈല്യൂട്ട് ചെയ്ത സൾഫ്യൂറിക് ആസിഡ് സൊല്യൂഷനാണ് ഇത്. എന്നാൽ ഇതിൽ ഇലക്ട്രോഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ലെഡ് ഓക്സൈഡ് പ്ലേറ്റോ സ്പോഞ്ച് ലെഡോ കൊണ്ടാണ്. ഇതിനെ ലെഡ് അക്യുമുലേറ്റർ ഓർ സ്റ്റോറേജ് ബാറ്ററി എന്ന് പറയുന്നു. അതാണ് ബാറ്ററിയെ കുറിച്ച് പറയുന്നത്. ഈ ടൈപ്പ് ബാറ്ററിയാണ് കാറിലും ട്രക്കിലും ഇൻവേർട്ടർ എന്നിവയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ സെൽസ് ആൻഡ് ബാറ്ററീസ്. ഡിഫറൻസ് എന്തിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണ് സെൽസും ബാറ്ററിയും തമ്മിൽ? സെൽസ് എന്ന് പറയുന്നത് ദീസ് ആർ സിംഗിൾ സെൽ. ബാറ്ററി എന്ന് പറയുന്നത് ദീസ് ആർ ഗ്രൂപ്പ് ഓഫ് സെൽസ്. പിന്നെ സെൽസ് എന്ന് പറയുന്നത് സ്മോൾ കപ്പാസിറ്റി, ബാറ്ററി എന്ന് പറയുന്നത് ലാർജ് കപ്പാസിറ്റി. പിന്നെ സെൽസ് എന്ന് പറയുന്നത് ലോ കോസ്റ്റ്, ബാറ്ററി എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ്. പിന്നെ സെൽസ് എന്ന് പറയുന്നത് സ്മോളർ ലൈഫ്, ബാറ്ററീസ് എന്ന് പറയുന്നത് ലോങ്ങർ ലൈഫ്. പിന്നെ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് പോയിന്റ് സെൽസ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ് പേസ്റ്റ് ആയിരിക്കും. ബാറ്ററി എന്ന് പറയുന്നത് എന്നാൽ ബാറ്ററിയിൽ ഇലക്ട്രോലൈറ്റ് ലിക്വിഡ് ഫോമിലായിരിക്കും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻവെർട്ടർ. എന്താണ് ഇൻവെർട്ടർ? ആൻ ഇൻവെർട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് റിട്ടൈൻസ് എനർജി ഓർ പവർ ഇൻ ബാറ്ററീസ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണ്. ഇത് എനർജി അല്ലെങ്കിൽ പവർ ഇൻ ബാറ്ററീസ് ആണ് ഇത് കൺവേർട്ട് ചെയ്യുന്നത്. സ്റ്റോർഡ് ഡി സി പവർ ഇൻറ്റു എ സി ചാർജ് ആണ് ഇതിൻ്റെ പവർ ഔട്ടേജ് എന്ന് പറയുന്നത്. പിന്നെ ടു ഓപ്പറേറ്റ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, ഇലക്ട്രിക്കൽ ആൻഡ് അതർ ഹോം അപ്ലയൻസസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ആൻ അൺഇൻറ്ററപ്റ്റഡ് 220 volt AC supply to the device connected as the load at the output socket എന്നാണ് ഇൻവെർട്ടറിനെ കുറിച്ച് പറയുന്നത്. ഇത് വർക്ക് ചെയ്യുന്നത്, അതായത് ഉപയോഗിക്കുന്നത് when the AC mains power supply is available.
AC main power supply available ആയിരിക്കുമ്പോഴും when the AC main power supply is not available ആയിരിക്കുമ്പോഴുമാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തെ എന്തുവാണ് നമുക്ക്? ഒന്നാമത്തേത് AC is available എന്ന് വെച്ച് കഴിഞ്ഞാൽ AC main supply അവൈലബിൾ ആയിരിക്കുമ്പോൾ AC main സെൻസർ പ്രവർത്തിക്കുന്നു. അങ്ങനെ സപ്ലൈ ബാറ്ററി ചാർജിങ് സെക്ഷൻ ഓഫ് ദി ഇൻവെർട്ടറിൽ പ്രവർത്തിക്കുന്നു. AC main സെൻസർ ആക്റ്റീവ് ആയി AC main സപ്ലൈയിൽ പാസ് ചെയ്ത് AC main സപ്ലൈ ഔട്ട്പുട്ട് സോക്കറ്റിലേക്ക് പ്രവർത്തിക്കുന്നു. അതാണ് AC ഈസ് അവൈലബിൾ എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തേത് AC ഈസ് നോട്ട് അവൈലബിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വെൻ ദ AC main സപ്ലൈ അവൈലബിൾ അല്ലെങ്കിൽ ഇൻവേർട്ടറിന് ഉള്ളിലുള്ള ഓസിലേറ്റർ സർക്യൂട്ട് 50 ഹെർട്സ് മോസ് ഡ്രൈവ് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സിഗ്നൽ ആംപ്ലിഫൈഡ് ബൈ ദി ഡ്രൈവർ സെക്ഷൻ ആൻഡ് സെൻഡ് ടു ദി ഔട്ട്പുട്ട് സെക്ഷൻ. അതാണ് ഇതിൻ്റെ AC ഇൻ നോട്ട് അവൈലബിളിൽ വരുന്ന കാര്യങ്ങൾ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള UPS. എന്താണ് UPS? UPSൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ എന്നാണ് UPSൻ്റെ ഫുൾ ഫോം. അപ്പോൾ UPS ഈസ് എ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് which provides emergency power supply in the substance of main supply എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ UPS ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് ആണ്. ഇതിൽ മെയിൻ സപ്ലൈയുടെ ആബ്സെൻസിൽ എമർജൻസി പവർ സപ്ലൈ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ ഇലക്ട്രിക്കൽ എക്യുപ്മെൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് UPS എന്ന് പറയുന്നത്. അടുത്തത് എന്ന് പറയുന്നത് അതിൻ്റെ പവർ സോഴ്സ് എന്നാണ്. എന്താണ് പവർ സോഴ്സ്? അതായത് UPSൽ മെയിൻ സപ്ലൈയിൽ ഇൻപുട്ട് സപ്ലൈ ആയി ഉപയോഗിക്കുന്നു. ഇതിനെയാണ് പവർ സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് AC മെയിൻസ്. എന്താണ് AC മെയിൻസ്? ഇതിനെ പ്രൈമറി പവർ സോഴ്സ് എന്ന് പറയുന്നു. നോർമൽ കണ്ടീഷനിൽ നിന്ന് ഇൻപുട്ട് സപ്ലൈ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് AC മെയിൻസ്. അടുത്തത് ബാറ്ററി. AC മെയിൻ സപ്ലൈ തടസ്സപ്പെടുമ്പോൾ സെക്കൻഡറി സോഴ്സ് വർക്ക് ചെയ്യുന്നു. ഇത് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന് പവർ സപ്ലൈ ചെയ്യുന്നു. എല്ലാ ബാറ്ററികളും DC പവർ സപ്ലൈ ചെയ്യുന്നു. ഇതാണ് ബാറ്ററി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച്. എന്താണ് സ്റ്റാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച്? ഇത് ഒരു കൺട്രോളിംഗ് ഡിവൈസ് ആണ്. പ്രൈമറി സപ്ലൈ നിൽക്കുമ്പോൾ ഇത് സെക്കൻഡറി സോഴ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആകുന്നു. അതിനെയാണ് സ്റ്റാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഇൻവെർട്ടർ. ആൻ ഇൻവെർട്ടർ ഈസ് ആൻ ഇലക്ട്രിക് ഡിവൈസ് ദാറ്റ് റിട്ടേൺ എനർജി പവർ ഇൻ ബാറ്ററീസ് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DCയെ AC ആക്കാൻ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നു. അതാണ് ഇൻവെർട്ടർ. അടുത്തതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ റെക്ടിഫയർ. എന്താണ് റെക്ടിഫയർ? ഇതിലെ ACയെ DC ആക്കി ബാറ്ററി ചാർജിങ്ങിന് വേണ്ടി മാറ്റുന്നു. അതിനെയാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അടുത്തത് പഠിക്കാനുള്ളത് UPS രണ്ട് വിധത്തിലുണ്ട്. ഏതൊക്കെ തരത്തിലാണ്? ഒന്ന് ഓൺലൈൻ UPS, രണ്ടാമത്തെ ഓഫ്ലൈൻ UPS. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. UPS കമ്പ്യൂട്ടർ ഡേറ്റ സെൻറ്ററായി ഉപയോഗിക്കുന്നു. ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റിലും കണ്ടിന്യൂസ് പവർ സപ്ലൈക്കും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തത് വന്നിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സോളാർ ബാറ്ററി. എന്താണ് സോളാർ ബാറ്ററി? എ സോളാർ ബാറ്ററി ഈസ് യൂഷ്വലി കേപ്പബിൾ ഓഫ് fully charging after just an hour or two of exposure to sunlight. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ ബാറ്ററി സൂര്യനിൽ നിന്ന് എനർജി റിസീവ് ചെയ്ത് എനർജി സോഴ്സായിട്ട് പ്രവർത്തിക്കുന്നു.
പല കേസുകളിലും സോളാർ പവർ ബാറ്ററി ഇലക്ട്രോണിക് ഡിവൈസിൽ ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നു. 1-2 മണിക്കൂറിലേക്ക് സൂര്യപ്രകാശം എക്സ്പോസ് ആയി കഴിയുമ്പോൾ സോളാർ ബാറ്ററി ഫുള്ളി ചാർജ്ഡ് ആകും. അതാണ് സോളാർ ബാറ്ററി. പിന്നെ അടുത്തത് വന്നിട്ട് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് സോളാർ ബാറ്ററീസ്. അതിൽ ആദ്യത്തേത് സീൽഡ് ബാറ്ററീസ്. എന്താണ് സീൽഡ് ബാറ്ററീസ് എന്ന് നമുക്ക് നോക്കാം. സീൽഡ് ബാറ്ററീസ് അവൈലബിൾ ആണ്. ഇത് ലെഡ് ആസിഡ് ബാറ്ററി ആണ്. ഈ ടൈപ്പ് ബാറ്ററീസിന് വളരെ കുറവ് മെയിൻ്റെനൻസ് മാത്രമേ ഉള്ളൂ. ഇത് വളരെ കുറഞ്ഞ ലൈഫ് സ്പാനേ ഉള്ളൂ. ഇത് മറ്റുള്ള സോളാർ ബാറ്ററീസിനേക്കാൾ എക്സ്പെൻസ് വളരെ കൂടുതലാണ്. ഇത്രയും കാര്യങ്ങളാണ് സീൽഡ് ബാറ്ററി എന്ന് പറയുന്നത്. സീൽഡ് ബാറ്ററി എന്ന് പറയുന്നത് ഇതൊരു ലെഡ് ആസിഡ് ബാറ്ററിയാണ്. ലെഡ് ആസിഡ് ബാറ്ററി എന്നാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടായിരുന്നു. അപ്പോൾ ഈ ടൈപ്പ് ബാറ്ററി വളരെ കുറവ് മെയിൻ്റെനൻസ് മാത്രമേ ഉള്ളൂ. ഇതിന് വളരെ കുറഞ്ഞ ലൈഫ് സ്പാനേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ള സോളാർ ബാറ്ററിയേക്കാൾ എക്സ്പെൻസ് വളരെ കൂടുതലാണ്. ഇത്രയും കാര്യങ്ങളാണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഡീപ്പ് സൈക്കിൾ ബാറ്ററീസ്. എന്താണ് ഡീപ്പ് സൈക്കിൾ ബാറ്ററീസ് എന്ന് നോക്കാം. ഡീപ്പ് സൈക്കിൾ ബാറ്ററീസ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കാർ ബാറ്ററി. ഇതിന് ഒരു എക്സാമ്പിളാണ്. ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കാറിൻ്റെ ബാറ്ററിയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 60 ആംപിയർ ടു 120 ആംപിയർ അറ്റ് 12 വോൾട്ട്. ഡീപ്പ് സൈക്കിൾ ബാറ്ററീസിന് ലോങ്ങർ ലൈഫാണ്. ഈ ബാറ്ററിക്ക് ഭയങ്കര ലോങ് ലൈഫാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഒജീവ് ബാറ്ററീസ്. അതെന്തുവാന്ന് നോക്കാം. ഒജീവ് സോളാർ ബാറ്ററീസിന് ഫ്ലാറ്റ് പ്ലേസ് ഡിസൈനാണ്. ഇത് സെമി സീൽഡ് ആണ്. ഈ ടൈപ്പ് ബാറ്ററീസ് ഹൈഡ്രജൻ പ്രൊഡക്ഷൻ കുറവാണ്. ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ഇതിന് കുറവാണ്. അതിനാൽ വെന്റിലേഷൻ ആവശ്യം കുറവാണ്. ഈ ടൈപ്പ് ബാറ്ററീസിൽ ടോപ്പ് അപ്പ് വാട്ടറിൻ്റെ ആവശ്യമില്ല. ഇനി അതിൻ്റെ ട്രാക്ഷൻ എന്താണ്? അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ട്രാക്ഷൻ എന്താണെന്ന് നോക്കാം. മൊബിലിറ്റി സ്കൂട്ടർ, സ്മോൾ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്, പിന്നെ അതുകൊണ്ട് തന്നെ ട്രാക്ഷൻ സോൾഡ് ബാറ്ററീസ് ഇതിൽ ഒക്കെ ഇത് കാണുന്നു. അതായത് സ്മോൾ ട്രാക്ഷൻ ബാറ്ററീസ് 6 to 12 വോൾട്ട് പ്രവർത്തിക്കുന്നു. ഇത് വളരെ ലോങ് ലാസ്റ്റിംഗ് ഉള്ള ബാറ്ററിയാണ്. അതാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റോറേജ് ബാറ്ററീസ്. എന്താണ് സ്റ്റോറേജ് ബാറ്ററീസ് എന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു പ്രത്യേക ടൈപ്പ് സോളാർ ബാറ്ററിയാണ്. ഇത് അബ്സോർബ്ഡ് ഗ്ലാസ് മാറ്റ് ബാറ്ററിയാണ്. ഇത് വൈബ്രേഷനോടെ ഹൈലി റെസിസ്റ്റൻസ് ആണ്. ജെൽ ബാറ്ററീസിന് വേറൊരു മോഡലാണിത്. ജെൽസ് ബാറ്ററീസിൻ്റെ വേറൊരു മോഡലാണിത്. ഇതിലൊരു ആസിഡ് ഉണ്ട്. ഇത് സിലിക്ക ജെല്ല് അപ്ലൈ ചെയ്യുമ്പോൾ ജെല്ലായി മാറുന്നു. ബാറ്ററിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി മെഷർ ചെയ്യുന്നത് ആംപിയർ ഹവേഴ്സിലാണ്. ഇത് 1 മണിക്കൂറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ആംപിയർ എ ബാറ്ററിയെ ആശ്രയിച്ചിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റോറേജ് ബാറ്ററീസിൽ ഉള്ളത്.